Hi students, learning maths with Valsala teacher എന്ന ക്ലാസ്സിലേക്ക് മാത്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ വൃത്തങ്ങൾ സർക്കിൾസ് എന്ന പാഠഭാഗത്തിൻ്റെ അടുത്ത യൂണിറ്റാണ് ഇന്ന് ഇവിടെ നാം വിശദമാക്കുന്നത്. ആദ്യ ഭാഗത്ത് ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രം അതിൻ്റെ വ്യാസം എന്നീ കാര്യങ്ങൾ നാം പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രിയാണ്. വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. വൃത്തത്തിന് അകത്തുള്ള ഒരു ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് എന്നീ കാര്യങ്ങൾ നാം പരിചയപ്പെട്ടു. In a circle, if the end points of the diameter makes an angle with a point on the circle is 90 degree and angle made by the end points of the diameter with a point outside the circle is less than 90 degree and angle made by the end points of the diameter with a point inside the circle is more than 90 degree. According to this, angle ACB equal to 90 degree. ACB 90 degree ആണ്. ACB ആണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. AB ഡയമീറ്റർ ആണ്. C is a point on the circle. അതുകൊണ്ട് ആംഗിൾ ACB 90 ഡിഗ്രി. C ഈ ഒരു പോയിന്റ് മാത്രമല്ല, ഇവിടെ ഈ വൃത്തത്തിൽ ഏതൊരു പോയിന്റ് എടുത്താലും ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇഫ് എ പോയിന്റ് P ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, P എന്ന ബിന്ദു വൃത്തത്തിൻ്റെ പുറത്താണ്. ഇപ്പോൾ AB-യുടെ എൻഡ് പോയിന്റ്സ്, ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ ഉണ്ടാകുന്ന ആംഗിൾ APB, angle APB less than 90 degree. And if we take a point Q inside the circle, angle AQB is more than 90 degree. Let O is the center of the circle. Let A and B are A, B, P, Q are points on the circle. Take a part from A to B, part of a circle. Part of a circle, A to B. Part of a circle is the arc. Part of a circle is arc. വൃത്തഭാഗത്തിനാണ് നാം ചാപം എന്ന് പറയുക. വൃത്തഭാഗം, ചാപം. പാർട്ട് ഓഫ് എ സർക്കിൾ ഈസ് ആൻ ആർക്ക്. ലെറ്റ് എ ബി ഈസ് ദ ആർക്ക്. AB is the arc. Arc A to B. Arc AB. It is written as AB, arc AB, and it is read as arc AB. പാർട്ട് ഓഫ് എ സർക്കിൾ ഇസ് ദ ആർക്ക്. എ ടു ബി, എ തൊട്ട് ബി വരെയുള്ള ഭാഗം, ഇതിനെ നാം വൃത്തഭാഗത്തെ നാം ആർക്ക് അഥവാ ചാപം എന്നാണ് പറയുക. ഇവിടെ എ ബി ചെറിയ ആർക്ക്, മൈനർ ആർക്ക്. എ ബി ഇസ് ദ മൈനർ ആർക്ക്. എ ടു ബി, എ പി ബി മൈനർ ആർക്ക്, ലഘുചാപം. ഇറ്റ് ഈസ് ദ മൈനർ ആർക്ക്. And arc AQB, it is the major arc. ഇതാണ് ഇത് ലഘുചാപം. AQB ദീർഘചാപം, മൈനർ ആർക്ക് ആൻഡ് മേജർ ആർക്ക്. APB മൈനർ ആർക്ക്, AQB മേജർ ആർക്ക്. അപ്പോൾ പാർട്ട് ഓഫ് എ സർക്കിളിലാണ് നമ്മൾ AB, പാർട്ട് ഓഫ് എ സർക്കിളാണ് ചാപം എന്ന് പറയുക. ഇതിനെ
സൂചിപ്പിക്കുന്നതിന് ഒരു ചെറിയ ഒരു വൃത്തഭാഗം മുകളിലിട്ട് എ ബി എന്ന് എഴുതിയാൽ ചാപം എ ബി എന്നാണ് വായിക്കുക. അപ്പോൾ ആ ചാപം തിരിച്ചറിയുന്നതിനായിക്കൊണ്ട് ആർക്ക് തിരിച്ചറിയാൻ ഇടയ്ക്ക് ഒരു പോയിന്റ് പി ക്യു മാർക്ക് ചെയ്യുന്നു. ആർക്ക് എ പി ബി ആൻഡ് ആർക്ക് എ ക്യു ബി. ആർക്ക് എ ക്യു ബി ആൻഡ് ആർക്ക് എ പി ബി മേക്സ് full circle and APB and AQB makes a circle. Here APB is the arc and AQB is said to be alternate arc. If APB ഒരു ചാപമായി എടുത്താൽ ചാപം AQBയെ alternate arc മറുചാപം എന്നാണ് പറയുക. AQB is the alternate arc. കോംപ്ലിമെൻ്ററി ആർക്ക് എന്നൊക്കെ പറയും. APB ചാപമായാൽ AQB അതിൻ്റെ മറുചാപം. APB ചാപമായാൽ AQB മറുചാപം. ഇഫ് AQB ഈസ് ആൻ ആർക്ക്, AQB ആണ് നാം ചാപമായിട്ട് എടുക്കുന്നതെങ്കിൽ APB ആണ് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക്. APB ചാപമായാൽ AQB മറുചാപം. AQB ചാപമായാൽ APB മറുചാപം. AB ചാപം. AB ചാപം എന്നത് ചിഹ്നം ഉപയോഗിച്ച് ഒരു വൃത്തഭാഗം മുകളിൽ എഴുതുകയാണ് പതിവ്. APB വൃത്തത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണെങ്കിൽ അതിനെ ലഘുചാപം എന്ന് പറയും. AQB വലുതാകുമ്പോൾ അതിനെ ദീർഘചാപം എന്ന് പറയും. ചാപത്തിൻ്റെ നീളത്തിനനുസരിച്ച് ലഘുചാപം, ദീർഘചാപം എന്ന് പറയും. ഇനി APB ചാപമായി എടുത്താൽ AQBയെ APBയുടെ മറുചാപം, ശിഷ്ടചാപം എന്നൊക്കെ പറയാറുണ്ട്. AQB ആണ് ചാപമെങ്കിൽ APB അതിൻ്റെ മറുചാപമാകുന്നു. ഏതായാലും ഒരു വൃത്തത്തിലെ ഒരു ചാപവും അതിൻ്റെ മറുചാപവും ചേർന്ന് ഒരു മുഴുവൻ വൃത്തം ഉണ്ടാക്കുന്നു. ഇൻ എ സർക്കിൾ ദ ആർക്ക് ആൻഡ് ആൾട്ടർനേറ്റ് ആർക്ക് മേക്സ് എ സർക്കിൾ. ഒരു വൃത്തത്തിലെ ചാപവും മറുചാപവും ചേർന്ന് ഒരു വൃത്തം ഉണ്ടാക്കുന്നു. മറുചാപം അഥവാ ശിഷ്ടചാപം എന്ന് പറയും. O കേന്ദ്രമായിട്ടുള്ള ഒരു വൃത്തത്തിലെ ബിന്ദുക്കളാണ് എയും ബിയും. ഈ ചാപം എ ബി, ചാപം എ ബി എടുക്കാം. APB എന്ന ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കൾ എയും ബിയും. ഈ ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിൻ്റെ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണാണ് കേന്ദ്രകോൺ. ഒരു ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിൻ്റെ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണാണ് കേന്ദ്രകോൺ. The angle made by the end points of an arc with a point with the center of the circle is the central angle. ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിൻ്റെ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണാണ് കേന്ദ്രകോൺ. ഇവിടെ ചാപം എ ബിയുടെ അഗ്രബിന്ദുക്കൾ എയും ബിയും വൃത്തകേന്ദ്രമായ ഒയിലേക്ക് യോജിപ്പിച്ചപ്പോഴുള്ള കോണാണ് കോൺ AOB. ഈ AOB ചാപം ABയുടെ അല്ലെങ്കിൽ ചാപം APBയുടെ കേന്ദ്രകോണാണ്. ഒരു ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിൻ്റെ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണാണ് കേന്ദ്രകോൺ. The angle made by the end points of an arc with the center of the circle is the central angle. Angle AOB is the central angle of an arc APB. Central angle കേന്ദ്രകോൺ. AOB central angle. ഇനി അടുത്ത നെക്സ്റ്റ്, the angle made by the
n points of an arc with a point on the arc. ചാപത്തിലെ തന്നെ ഒരു ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോൺ, കോൺ എ പി ബി, കോൺ എ പി ബി. ഇറ്റ് ഈസ് ദ ആംഗിൾ ഇൻ ദ ആർക്ക്. ആംഗിൾ ഇൻ ദ ആർക്ക് ചാപത്തിലെ കോണാണ്. ദ ആംഗിൾ മെയ്ഡ് ബൈ ദ n points of an arc with a point on the arc. with a point on the arc. ചാപത്തിലെ തന്നെ ഒരു ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോണാണ് ചാപത്തിലെ കോൺ. ആംഗിൾ ഇൻ ദ ആർക്ക്. ദ ആംഗിൾ മെയ്ഡ് ബൈ ദ n points of an arc with a point on the arc. ഇറ്റ് ഈസ് ദ ആംഗിൾ ഇൻ ദ ആർക്ക്. ഇതിനാണ് നമ്മൾ ചാപത്തിലെ കോൺ, ചാപത്തിലെ കോണാണ്. നെക്സ്റ്റ് ആംഗിൾ എ ക്യു ബി. ആംഗിൾ എ ക്യു ബി ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ n points of an arc with a point on the alternate arc. മറുചാപത്തിലെ ഒരു ബിന്ദുവുമായി ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കൾ ഉണ്ടാക്കുന്ന കോണാണ് മറുചാപത്തിലെ കോൺ. ഇവിടെ ചാപം എ പി ബിയുടെ അഗ്രബിന്ദുക്കളാണ് എയും ബിയും. മറുചാപം എ ക്യു ബിയിലെ ഒരു ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോണാണ് ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക്. മറുചാപത്തിലെ കോൺ, ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക്. It is the angle in the alternate arc. It is the angle made by the n points of an arc with a point on the alternate arc. മറുചാപത്തിലെ ഒരു ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോണാണ് മറുചാപത്തിലെ കോൺ. Let O is the center of the circle, AB is the arc, AOB is the central angle. AOB, angle AOB equal to 80 degree. കേന്ദ്രകോൺ എ ബിയുടെ കേന്ദ്രകോൺ 80 ഡിഗ്രിയാണ്. ARB 40 ഡിഗ്രിയായി. ഇത് നമ്മളെ റിലേഷൻ നാം നോക്കിയാൽ AOB സെൻട്രൽ ആംഗിൾ, ARB ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക്. ഇത് കേന്ദ്രകോൺ, ഇത് മറുചാപത്തിലെ കോൺ. കേന്ദ്രകോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ. ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ. മറുചാപത്തിലെ കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ. ഇഫ് ആംഗിൾ AOB 80, ആംഗിൾ ARB 40 ഡിഗ്രി. കേന്ദ്രകോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ. O is the center of the circle. PQ is an arc. Angle POQ 70 degree. And angle PRQ 35 degree. POQ സെൻട്രൽ ആംഗിൾ ഓഫ് PQ. ചാപം PQവിൻ്റെ കേന്ദ്രകോണാണ് POQ. കേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ചപ്പോൾ ഉണ്ടായ കോണാണ് കേന്ദ്രകോണാണ് POQ. PRQ മറുചാപത്തിലെ കോൺ. ഇറ്റ് ഈസ് ദ ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക്. സെൻട്രൽ ആംഗിൾ 70 ഡിഗ്രി, ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക് 35 ഡിഗ്രി. ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ. Angle in the alternate arc is half the central angle. Half of the central angle. മറുചാപത്തിലെ കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. Half of central angle, that is angle PRQ
equal to half of angle POQ, or central angle of an arc is double the angle in the alternate arc. Double the angle in the alternate arc. കേന്ദ്രകോൺ, ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോൺ മറുചാപത്തിലെ കോണിൻ്റെ ഇരട്ടിയാണ്. വൃത്തത്തിൻ്റെ കേന്ദ്രകോൺ മറുചാപത്തിലെ കോണിൻ്റെ ഇരട്ടിയാണ്. മറുചാപത്തിലെ കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. ഇവിടെ നമ്മൾ സെൻട്രൽ ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിൾ ഇൻ ദ ഓൾട്ടർനേറ്റ് ആർക്ക് തമ്മിലുള്ള റിലേഷനാണ് പഠിച്ചത്. ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോൺ മറുചാപത്തിലെ കോണിൻ്റെ ഇരട്ടിയാണ്. മറുചാപത്തിലെ കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. Let O is the center of the circle and APB is the arc. If angle AOB equal to 80 degree, and if we take a point Q on the alternate arc, AQB 40 degree. AOB central angle of arc AB, AQB angle in the alternate arc. AOB ആണ് കേന്ദ്രകോൺ, AQB മറുചാപത്തിലെ കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. അപ്പോൾ AQB 40 ഡിഗ്രി. ഇനി നമുക്ക് വേറൊരു പോയിൻ്റ് എടുക്കാം. വേറൊരു പോയിൻ്റ് R എടുക്കാം. ആംഗിൾ ARB. ആംഗിൾ ARB ഈസ് ആൾസോ ഹാഫ് ഓഫ് ആംഗിൾ AOB. കോൺ ARBയും കോൺ AOBയുടെ പകുതിയാണ്. അപ്പോൾ ARB 40 ഡിഗ്രി. Take another point S and angle ASB. Angle ASB equal to 40 degree. Here angle AQB equal to angle ARB equal to angle ASB equal to 40 degree. These angles are angles in the alternate arc. Angles in the same arc. They are angles on the same arc, on the major arc AB. So we have angles in an arc, angles in an arc, angles in the same arc are equal. Angles in the same arc are equal. ഒരേ ചാപത്തിലെ കോണുകളാണ്. കോൺ AQB, കോൺ ARB, കോൺ ASB. ഇവയെല്ലാം തന്നെ ദീർഘചാപം ABയിലെ വലിയ ചാപം ABയിലെ കോണുകളാണ്. ഒരേ ചാപത്തിലെ കോണുകളാണ്. ഇവയ്ക്കെല്ലാം ഒരേ അളവാണ്. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി. ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ. ഒരേ ചാപത്തിലെ കോണുകൾ തുല്യമാണ്. ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ. ഒരേ ചാപത്തിലെ കോണുകൾ, ഒരേ ചാപത്തിലുണ്ടാക്കുന്ന കോണുകൾ തുല്യമാണ്. ഇവയെല്ലാം തന്നെ കേന്ദ്രകോൺ AOBയുടെ പകുതിയാണ്. അതുകൊണ്ടാണ് ഇവയെല്ലാം തുല്യമായത്. ഒരേ ചാപത്തിലെ കോണുകൾ തുല്യമായിരിക്കും. ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ. O is the center of the circle. APB is the arc. AOB central angle is 100 degree. Angle AOB central angle 100 degree. And we have angles in the alternate arc is of the central angle. മറുചാപത്തിലെ കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ AQB 50 ഡിഗ്രിയാണ് എന്ന് കിട്ടുന്നു. And also we have angles around a point is 360 degree. Angles around a point, ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രകോൺ, ഒരു പോയിന്റിന് ബിന്ദുവിന് ചുറ്റുമുള്ള കോൺ 360 ഡിഗ്രിയാണ്. സോ ആംഗിൾസ് ഓഫ് എ ആംഗിൾ ഓഫ് എ സർക്കിൾ ഈസ് 360 ഡിഗ്രി. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രകോൺ, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോൺ 360 ഡിഗ്രിയാണെന്നറിയാം.
ഇവിടെ ആംഗിൾ എ പി ബിയുടെ കേന്ദ്രകോൺ 100 ഡിഗ്രിയാണ്. ലഘുചാപം എ പി ബിയുടെ കേന്ദ്രകോൺ 100 ഡിഗ്രിയാണ്. അപ്പോൾ വലിയ ചാപം, ദീർഘചാപം, മേജർ ആർക്ക് എ ക്യു ബിയുടെ കേന്ദ്രകോൺ 360 നിന്ന് 100 കുറച്ചതായിരിക്കും. അത് അപ്പോൾ 260 ഡിഗ്രിയാണ് കിട്ടുക. നമുക്കറിയാം ദ ആർക്ക് ആൻഡ് ഓൾട്ടർനേറ്റ് ആർക്ക് മേക്സ് എ സർക്കിൾ. ചാപവും മറുചാപവും ചേർന്ന് ഒരു വൃത്തം ഉണ്ടാക്കുന്നു, ഒരു മുഴുവൻ വൃത്തം ഉണ്ടാക്കുന്നു. ഒരു മുഴുവൻ വൃത്തത്തിൻ്റെ കേന്ദ്രകോൺ 360 ഡിഗ്രിയാണ്. ഇവിടെ ഹിയർ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ ബി, ദാറ്റ് ഈസ് ആംഗിൾ എ ഒ ബി 100 ഡിഗ്രി. Then central angle of the major arc, alternate arc AOB is 260 degree, and AQB angle is the alternate arc. കേന്ദ്രകോണിൻ്റെ പകുതിയാണ്, AOBയുടെ പകുതിയാണ്, 100ൻ്റെ പകുതി 50 ഡിഗ്രി. സിമിലർലി ഇതുപോലെ ആംഗിൾ APB is angle APB equal to half of angle 260 degree. 260 ഈ വലിയ ദീർഘചാപം എ ക്യു ബി എന്ന ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ പി ബി. സോ എ പി ബി ഈസ് ഹാഫ് ഓഫ് 260 ഡിഗ്രി. എ ക്യു ബിയുടെ മറുചാപമാണ് എ പി ബി. So APB is angle in the alternate arc of arc AQB, that is equal to 130 degree. Angle APB 130 degree. So what about angle AQB plus angle APB? 50 plus 130, which is equal to 180 degree. AQB is angle in the alternate arc, APB is angle in the arc. So we have angle in the arc and alternate arc are supplementary. APB ചാപത്തിലെ കോണാണ്, AQB മറുചാപത്തിലെ കോണാണ്. ഇവ ചേർന്ന് ഇവയുടെ തുക 180 ആയതുകൊണ്ട് ഒരു വൃത്തത്തിലെ ചാപത്തിലെ കോണും മറുചാപത്തിലെ കോണും അനുപൂരകമാണ്. സോ ഇൻ എ സർക്കിൾ ആംഗിൾ ഇൻ ആൻ ആർക്ക് ആൻഡ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെൻ്ററി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആർക്ക്, ഓൾട്ടർനേറ്റ് ആർക്ക്, സെൻട്രൽ ആംഗിൾ, ദ റിലേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആംഗിൾ ആൻഡ് ഓൾട്ടർനേറ്റ് ആർക്ക്, angles in the same arc and angles in the arc and alternate arc. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. പാർട്ട് ഓഫ് എ സർക്കിൾ ഈസ് ആർക്ക്. വൃത്തത്തിൻ്റെ ഭാഗമാണ് ചാപം, ബാക്കി ഭാഗമാണ് ഓൾട്ടർനേറ്റ് ആർക്ക് അഥവാ മറുചാപം. കേന്ദ്രകോൺ എന്നത് ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കൾ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണാണ്. The angle made by the end points of an arc with the center of the circle is the central angle. The angle made by the end points of an arc with a point on the alternate arc is angle in the alternate arc. ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കൾ മറുചാപത്തിലെ ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോണാണ് മറുചാപത്തിലെ കോൺ. Angle made by the end points of an arc with a point on the arc is the angle in the arc. ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കൾ ചാപത്തിലെ ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോണാണ് ചാപത്തിലെ കോൺ. ഇനി മറുചാപത്തിലെ കോൺ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. Angles in the same arc are equal. ഒരേ ചാപത്തിലെ കോണുകൾ തുല്യം. ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകൾ അനുപൂരകം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി
മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.